കേരള രാഷ്ട്രീയത്തിലെ സൗമ്യ മുഖമാണ് പി.ജെ. ജോസഫ്. അദ്ദേഹം ശതാഭിഷേക നിറവിലാണിപ്പോൾ. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടതിന്റെ നിറവിൽ പി.ജെ. ജോസഫിന് നാളെ 84 വയസ്സ് തികയും. അഴിമതിയുടെ കറപുരളാത്ത ഒരു രാഷ്ട്രീയ ചരിത്രം, അതിനപ്പുറം ഒരു യഥാർത്ഥ കർഷകൻ, പാട്ടുകാരൻ, ഒരുപാട് വേഷങ്ങൾ അദ്ദേഹത്തിന് ഇണങ്ങും. മാത്രമല്ല വീട്ടിൽ ഒരു 100-100ഓളം പശുക്കളുണ്ട്. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് പറമ്പൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ പറമ്പിലൂടെ ഞങ്ങളിങ്ങനെ നടക്കുന്ന സമയത്ത് അദ്ദേഹം അല്പം ക്ഷീണിച്ചു. എന്നോട് പറഞ്ഞു, നമുക്ക് ഇത്തിരി ഇരുന്നാലോ. ഞാൻ ഇങ്ങനെ 4 വഴിക്ക് നോക്കി. അവിടെ പറമ്പിനകത്ത് ഈ ചേമ്പിൻ്റെ ഇടയിൽ എവിടെ ഇരിക്കുമെന്ന് നോക്കിയപ്പോൾ പെട്ടെന്നൊരു ചേമ്പല ഇങ്ങോട്ട് ഒടിച്ച് തറയിലോട്ടിട്ടിട്ട് പുള്ളി അവിടെ ഇരുന്നു. നിങ്ങൾ പറഞ്ഞാൽ ഒടിച്ചോളാൻ പറഞ്ഞു. അത്ര ലളിതമായി നമ്മുടെ ഒരു ക്യാബിനറ്റ് മന്ത്രിയൊക്കെ തന്നെ ഒരു ചേമ്പലിൽ ഇരുന്ന് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വാർത്ത തന്നെയാണെന്ന് കേരളത്തിൽ. 2006 മുതൽ തൊഴിലുറക്കാരുടെ സ്വന്തമായ പി.ജെ. ജോസഫുമായി പി.പി. ജെയിംസ് മനസ്സ് തുറക്കുകയാണ്. ഓവർ ടു പി.പി. ജെയിംസ്. ഗാന്ധിയൻ ആദർശങ്ങളുടെ പിൻബലം, അടിയുറച്ച കർഷകൻ, അതിർവരമ്പുകളില്ലാത്ത സൗഹൃദ വലയം, യുവത്വം ചോരാത്ത കലാഹൃദയം, തൊടുപുഴക്കാരുടെ സ്വന്തം പി.ജെ. ശതാഭിഷേക നിറവിൽ. 1970 നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ കേരള രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ച പി.ജെ. ജോസഫിന് അന്നത്തെ പ്രചാരണ കാലം ഇന്നും ഓർമ്മയിലുണ്ട്. 70 തെരഞ്ഞെടുപ്പ് തന്നെ ഇലക്ഷൻ പ്രചരണ രംഗത്ത് ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്. ഒരു കോളനിയിൽ അവിടെ ചെന്നപ്പോൾ ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ടുള്ള പരിപാടിയാണ്. വെളുപ്പിന് 2 മണിക്ക്. വി.എസിന്റെയും ഉമ്മൻചാണ്ടിയുടെയും മന്ത്രിസഭയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും പി.ജെയുടെ ഇഷ്ടമുഖ്യമന്ത്രി ഇവരല്ല. നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് നല്ല സൗഹൃദമുണ്ട്. നല്ല കാര്യങ്ങൾക്കെല്ലാം പിന്തുണ നൽകുന്ന ഒരാളായിരുന്നു ഇ.കെ. നായർ. പിതൃതുല്യമായ ഒരു സ്നേഹത്തോടുകൂടി. അതുപോലെ എ.കെ. ആന്റണിയും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വളരെ ശക്തമായെന്ന് ഒരു പരാതിയും കൂടാണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. കേരള ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആഭ്യന്തരമന്ത്രിയായിരുന്നു പി.ജെ. ജോസഫ്. 1978 ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പോലും പി.ജെ. നിയമത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് അഭിമാനത്തോടെ പറയുന്നു. പോലീസ് ഓഫീസേഴ്സിന് അഡ്രസ് ചെയ്തു. അപ്പം ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, അത് മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട്. കാരണം ഞാൻ രാജിവെച്ച് കേസിൻ്റെ വിധി വന്നപ്പോൾ ഞാൻ രാജിവെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു നിരപരാധിയുടെ പേരിൽ കള്ളക്കേസുണ്ടാക്കാനോ ഒരു കുറ്റവാളിയെ രക്ഷിക്കാനോ ഒരു പോലീസ് ഓഫീസറോടും എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല. 5 പതിറ്റാണ്ട് നീണ്ടുനിന്ന തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ നടക്കാത്ത സ്വപ്നത്തെക്കുറിച്ചും പി.ജെ. വാചാലനായി. ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ. ഞാൻ ബോംബെയിൽ നിന്ന് കന്യാകുമാരി ഒരു യാത്ര വരെ നടത്തിയത്. അത് ലോകത്തിലെല്ലായിടത്തും ഹൈ സ്പീഡുണ്ട്. അത് പിന്നെ കാശ്മീർ ടു കന്യാകുമാരിയാണ് ഞാൻ അന്ന് പറഞ്ഞത്. ഫസ്റ്റ് മുംബൈ ടു കന്യാകുമാരി ആദ്യം ചെയ്യുക. അതാണ് വേണ്ടത്. അപ്പോൾ അല്ലാണ്ട് കണ്ണൂർ ടു ട്രിവാൻഡ്രം ഈ എക്സ്പ്രസ് ഹൈവേ റോഡ് വന്നാൽ തന്നെ പകുതി സമയം കൊണ്ട് ചെല്ലാൻ കഴിയും. കേരള കോൺഗ്രസിലുണ്ടായ ഭിന്നതകളെക്കുറിച്ച് പി.ജെ. പറയുന്നത് ഇങ്ങനെ: മാണിസാറോ മരിക്കുന്നവന്മാർ ഒന്നിച്ചു പോയി, അത് കഴിയും വീണ്ടും പിരിയിപ്പുണ്ടായി. അത് നിർഭാഗ്യകരമായി പോയെന്ന് പറയാറുണ്ട്. ജനങ്ങളുടെ ആഗ്രഹം ഒന്നിച്ച് നിൽക്കണമെന്ന് തന്നെയാണ്. അത്രേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. മകന്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് പി.ജെയുടെ മറുപടി ഇങ്ങനെ: അത് കഴിവ് തെളിയിച്ച് വന്നോട്ടെ. പൊതുരംഗത്ത് ഒരു കാഴ്ചപ്പാടോട് പ്രവർത്തിക്കുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായമാണ്. 2023 പ്രിയതമ ഡോക്ടർ ശാന്തയുടെ വേർപാട് പി.ജെയെ ഉലച്ചു. ഭാര്യ വിട പറഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞെങ്കിലും ആ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല. വലിയൊരു വിടവാണ്. പിന്നെ നമുക്കൊരു എപ്പോഴും ഒരു സ്നേഹപൂർവമായൊരു സപ്പോർട്ട് ഇല്ല എന്നുള്ളൊരു. ശതാഭിഷേകത്തിന് വ്യക്തിപരമായ ആഘോഷങ്ങളൊന്നുമില്ലെന്ന് പി.ജെ. ജോസഫ്. ന്യൂസ് ഡെസ്ക് 24. പി.ജെ. ജോസഫ് സാറൊക്കെ കേരളത്തിൽ വേണ്ടത് നമുക്ക് ആവശ്യമാണ്. ഇത്രയും ലാളിത്യം സൂക്ഷിക്കുകയും
ഒരു രാഷ്ട്രീയ പക്ഷപാതമില്ലാതെ എല്ലാവരോടും സൗമ്യമായി പെരുമാറുകയും ചെയ്യുന്ന ഈ പൊതുപ്രവർത്തകരാണ് ശരിക്കും ഈ മണ്ണിലെ ഏറ്റവും വലിയ ഉയർത്തിക്കെട്ടിയ ദീപം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ ശതാഭിഷേകത്തിലേക്ക് കടക്കുന്ന അങ്ങയ്ക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. ആരോഗ്യത്തോടെ തൊഴുപുഴയിൽ വിലസണം, ഇടയ്ക്കിടയ്ക്ക് 2 പാട്ടും പാടണം.